ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബൂമിംഗ് ബഡ്സ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഓണം എക്സാമിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അല്ലേ എല്ലാവരും. ഇനി അടുത്ത ഒരു തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് LSS എക്സാമിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ LSSുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. എന്താണ് LSS എക്സാം? LSS എക്സാം എന്ന് പറഞ്ഞാൽ ലോവർ സെക്കൻഡറി സ്കോളർഷിപ്പ് എക്സാം. അതായത് LP ക്ലാസ്സിലെ 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എഴുതാവുന്ന ഒരു സ്കോളർഷിപ്പ് എക്സാം ആണ് LSS. കേരള സർക്കാർ നടത്തുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ വരുന്ന ഈ ഒരു LSS എക്സാം ഗവൺമെന്റ്, എയ്ഡഡ്, അൺഎയ്ഡഡ് തുടങ്ങിയ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് എഴുതാൻ കഴിയുന്നത്. LSS എക്സാം എഴുതാൻ യോഗ്യത നേടുന്നത് എങ്ങനെ? 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് LSS എക്സാം എഴുതാൻ കഴിയുന്നത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്നാൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും LSS എഴുതാൻ കഴിയില്ല. പാദവാർഷിക പരീക്ഷ, അതായത് നമ്മൾ ഇപ്പോൾ എഴുതിയ ഓണ പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A ഗ്രേഡ് കരസ്ഥമാക്കുന്നവർക്കാണ് LSS എക്സാം എഴുതാൻ കഴിയുന്നത്. ഇനി ഈ ഒരു എക്സാമിന്റെ മാതൃക എന്ന് പറയുന്നത്, അതായത് പാറ്റേൺ എന്ന് പറയുന്നത് 2 പേപ്പർ ആയിട്ടായിരിക്കും എക്സാം ഉണ്ടായിരിക്കുക. പേപ്പർ 1 ആൻഡ് പേപ്പർ 2. അതുപോലെ തന്നെ പേപ്പർ 1ൽ 3 പാർട്ടായിട്ടായിരിക്കും എക്സാം ഉണ്ടായിരിക്കുക. മലയാളം, ഇംഗ്ലീഷ്, GK എന്നീ 3 സബ്ജക്റ്റിൽ നിന്നുമാണ് പാർട്ട് 1ൽ എക്സാമിന് ചോദിക്കുന്നത്. അതില് മലയാളത്തിൽ നിന്നും 20 മാർക്കിനുള്ള ചോദ്യങ്ങളും ഇംഗ്ലീഷിൽ നിന്നും 10 മാർക്കിനുള്ള ചോദ്യങ്ങളും GKയിൽ നിന്നും 10 മാർക്കിനുള്ള ചോദ്യങ്ങളും ചോദിക്കും. GK ക്വസ്റ്റ്യൻസിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ കറന്റ് അഫയേഴ്സ് അറിഞ്ഞിരിക്കണം. എന്നാൽ മലയാളത്തിലും ഇംഗ്ലീഷിൽ നിന്നും നമ്മൾ പഠിക്കുന്ന പാഠഭാഗത്തിലെ ചോദ്യങ്ങൾ തന്നെയായിരിക്കും ചോദിക്കുന്നത്. ഇനി പാർട്ട് 2വിൽ 2 വിഷയങ്ങളിലായിരിക്കും എക്സാം ഉണ്ടായിരിക്കുക. ഫസ്റ്റ് വൺ EVS. EVSൽ നമുക്ക് 20 മാർക്കിനാണ് ചോദ്യങ്ങൾ ചോദിക്കുക. അതുപോലെ മാത്സിലും 20 മാർക്കിനാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇതും നമ്മുടെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. ഈ ഒരു എക്സാമിന് ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 80ലായിരിക്കും. അതായത് പാർട്ട് എയിൽ 40 മാർക്കിനുള്ള ചോദ്യങ്ങളും പാർട്ട് ബിയിൽ നിന്നും 40 മാർക്കിനുള്ള ചോദ്യങ്ങളും ചോദിക്കും. അങ്ങനെ ടോട്ടൽ 80 മാർക്കിനാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുന്നത്. LSS എക്സാമിന് ടോട്ടൽ 80 മാർക്കിനാണ് ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് എന്ന് അറിഞ്ഞല്ലോ. ഇനി ഇതിൽ എത്ര മാർക്ക് നേടിയാലാണ് LSS എക്സാമിന് യോഗ്യത നേടുന്നത്? നോക്കൂ, 80ൽ 48 മാർക്ക് നേടിയാലാണ് LSS എക്സാമിന് യോഗ്യത നേടുന്നത്. ഇനി ഈ ഒരു LSS എക്സാം എഴുതാൻ പറ്റുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ വാർഷിക പരീക്ഷാ സമയത്തായിരിക്കും. അതായത് ആനുവൽ എക്സാമിനോട് അടുത്തായിരിക്കും ഈ ഒരു LSS എക്സാം ഉണ്ടായിരിക്കുക. അതുപോലെ ഈ ഒരു എക്സാമിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഏപ്രിൽ അല്ലെങ്കിൽ മെയ് മാസത്തിലായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മുടെ LSS എക്സാമുമായി ബന്ധപ്പെട്ട അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും കൂട്ടുകാർ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ കാണാം. താങ്ക്